പത്തനംതിട്ട ജില്ലയുടെ കിഴക്കൻ മേഖലകളായ ഏഴാകുളം, കടമ്പനാട്, പള്ളിക്കൽ പഞ്ചായത്തുകളിലും അടൂർ, പന്തളം മേഖലകളിലുമാണ് പനിബാധയും മഴക്കാല രോഗങ്ങളും പടർന്നു പിടിച്ചിട്ടുള്ളത്. ജില്ലയിൽ രണ്ടാഴ്ചക്കിടെ 45,833 പേർ പനിബാധയെ തുടർന്ന് ചികിത്സ തേടി എത്തിയെന്നാണ് കണക്ക്. ഇതിൽ 39 പേർക്ക് ഡെങ്കുപ്പനിയും 11 പേർക്ക് എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ജില്ലയിൽ പനി ബാധിച്ച് ഇതിനോടകം 4 പേരും, മഞ്ഞപ്പിത്തം ബാധിച്ച് 6 പേരും, ഡെങ്കുപ്പനി ബാധിച്ച് 3 പേരും മരിച്ചു. മഴക്കാല രോഗങ്ങളെ തുടർന്ന് ജില്ലയിൽ ഓരോ ദിവസവും 1500-ലധികം പേർ ചികിത്സ തേടി എത്തുന്നതായാണ് കണക്ക്. ജില്ലയിൽ എല്ലായിടത്തും സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും രോഗനിർമ്മാർജ്ജനത്തിന് സർക്കാർ സത്വര നടപടി സ്വീകരിക്കുന്നില്ലെന്ന ആക്ഷേപവും നിലനിൽക്കുകയാണ്. പലയിടങ്ങളിലും സർക്കാർ ഡോക്ടർമാരുടെ സേവനം പോലും ലഭ്യമല്ല. കഴിഞ്ഞ കാലങ്ങളിൽ DMOയും അതുപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിലെ സൂപ്പർ ഉൾപ്പെടെയുള്ള ആൾക്കാർ മെഡിക്കൽ ക്യാമ്പുകളും നടത്തുന്നതിന് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു തന്നെങ്കിൽ ഈ സന്ദർഭത്തിൽ ഇതുവരെയായിട്ടും ഒരു ഡോക്ടറെ പോലും ലഭ്യമല്ല എന്നുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. മഴക്കാല രോഗനിർമ്മാർജ്ജനത്തിനായി 25,000 രൂപ വിവിധ പദ്ധതികളിൽപ്പെടുത്തി വാർഡുകൾ തോറും വിതരണം ചെയ്യുവാനായി സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നുവെങ്കിലും ഇതിൽ 10,000 രൂപ മാത്രമാണ് ഇതുവരെ ലഭ്യമാക്കിയിട്ടുള്ളൂ. പനിബാധ ക്രമാതീതമായി വർദ്ധിക്കുമ്പോഴും സർക്കാർ തലത്തിലെ കെടുകാര്യസ്ഥതയും അവശ്യമരുന്നുകളുടെ ലഭ്യതക്കുറവും ഡോക്ടർമാരുടെ അഭാവവും പ്രശ്നങ്ങൾ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്. തങ്കച്ചൻ പീറ്റർ, ഇന്ത്യ വിഷൻ, പത്തനംതിട്ട.